ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൺ പ്ലസിൻ്റെ ഒരു പുതിയൊരു ഹെഡ്സെറ്റ് വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഹെഡ്സെറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ ബുള്ളറ്റ് വയർലെസ് Z2 എന്ന് പറയുന്ന ഹെഡ്ഫോണാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഞാൻ പ്രീവിയസ്ലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്ര നാളത്തോളം ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 2 വീക്സ് ബിഫോറാണ് അത് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചു വൺ പ്ലസിൻ്റെ കുറേ നാളെ നമ്മൾ ഗിവ് അവേ 25,000 ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൺ പ്ലസിൻ്റെ ഈ Z2 എന്ന് പറയുന്ന ഹെഡ്ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയതിന് ശേഷമാണ് അന്ന് നമ്മൾ ഗിവ് അവേക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് ഹേഡായ സമയത്ത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പ്രിഫർ ചെയ്ത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചത് എന്ന് പറയുന്നത് നമുക്കിതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഓഫർ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് 1699 രൂപയ്ക്കാണ് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസൊക്കെ കേട്ടിട്ട് പിന്നെ എൻ്റെ വൺ ഡേ യൂസേജിൽ എനിക്ക് തോന്നിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹെഡ്സെറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മളിത് ഓൾറെഡി പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ ഈ കവർ ഉണ്ടല്ലോ, കവർ വളരെ പ്രീമിയം ടൈപ്പാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു ഇങ്ങനൊരു ബോക്സ് കിട്ടും. ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളൊരു കേബിൾ ഉണ്ട്. C ടൈപ്പ് കേബിളാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കിനി ഹെഡ്സെറ്റിനെ കുറിച്ച് എടുക്കാം കേട്ടോ. ഹെഡ്സെറ്റിൻ്റെ ഫസ്റ്റത്തെ പ്രീമിയം ആയിട്ടുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് വലിയൊരു കനം തീരെ ഫീൽ ചെയ്യില്ല, അത്ര ലൈറ്റാണ് ഈ ഹെഡ്സെറ്റ്. പിന്നെ ഇതിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടബിൾ ആണ്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മണിക്കൂർ നേരത്തെ പ്ലേ ബാക്ക് ടൈമാണ് നമുക്ക് ഈ ഹെഡ്സെറ്റിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഹെഡ്സെറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ പ്ലാസ്റ്റിക് ഫിനിഷാണ്, C ടൈപ്പ് പോർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് പ്ലസും മൈനസും പോർട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓഫ് ബട്ടനും കിട്ടുന്നുണ്ട്, പോസ് ബട്ടനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ള കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ആവും. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് പെയറിങ് വരും. ഇവിടെ ഒരു എന്താ വൈറ്റ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കണക്റ്റിങ്ങിനുള്ള പൊസിഷനിലാണെന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവും. ഇപ്പോൾ എല്ലാ ഹെഡ്സെറ്റിനും ഇങ്ങനത്തെ ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന് ഡിഫറെൻ്റ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ വൺ പ്ലസിൻ്റെ ഈ ബുള്ളറ്റ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് Z2 എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഡ്രൈവർ കിട്ടുന്നുണ്ട്. 14.2 mm ഡ്രൈവാണ് ഇതിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ചാർജ് ആവാനായിട്ട് 20 മിനിറ്റാണ് പറയുന്നത്. നമുക്ക് 30 മണിക്കൂർ നേരത്തെ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടബിൾ ആയിട്ട് പൊതുവേ ഇങ്ങനത്തെ ഹെഡ്സെറ്റുകളിലൊന്നും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു വട്ടം ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സാധാരണ നോർമൽ യൂസേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു 4-5 ദിവസം സിമ്പിളായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം, ഇതിൻ്റെ എന്ത് തരം യൂസേഴ്സിനാണ് ഇത് ഇഷ്ടപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബോൾട്ട് യൂസ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ബോട്ട് എന്ന ഹെഡ്സെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് ബീറ്റ് ആയിരിക്കും. ഫുൾ സൗണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് കൊണ്ട് നമുക്ക് കേൾക്കാൻ ഭയങ്കര മുഴക്കം മാതിരിയായിരിക്കും. ബട്ട് ക്ലാരിറ്റിയും സൗണ്ട് ക്വാളിറ്റി ഒക്കെ വളരെ ഇത്തിരി കുറവാണ് എനിക്ക് ബോട്ടിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് വൺ പ്ലസിൻ്റെ ഇതിൽ നോക്കുമ്പോൾ അത്രത്തോളം ബാസ് ഉണ്ടായിരിക്കില്ല. അതെന്ന് പറഞ്ഞാൽ ബാസ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ബാസാണ് നമുക്ക് വൺ പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ ഹെഡ്സെറ്റ് നമുക്ക് ചെവിട്ടിൽ വയ്ക്കുന്ന സമയത്ത് പൊതുവേ ഇങ്ങനത്തെ നെക്ക് ബാൻഡ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ചെവിട്ടിൽ ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കെന്താവും ഇന്നത്തെ ദിവസം ഫുൾ ടൈം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ സെറ്റായിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. നമുക്ക് കുറേ ലോങ് ടൈം ഒരു മൂവിയോ 2 മൂവിയോ കാണുന്ന സമയത്തോ പാട്ട് കേൾക്കുക എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ചെവിട്ടിനൊരു ഭാരമായിരിക്കും ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ പെർഫെക്റ്റ്ലി ക്ലിയർലി വർക്കിംഗ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലുള്ള എന്താ പറയുക ഔട്ട്സൈഡ് സൗണ്ടുകൾ അത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ പലപ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള സൗണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുവട്ടിലേക്ക് ഒരു കാറ്റ് കടക്കാത്തൊരു ഫീൽ ഉണ്ടാവാറുണ്ട്. ബട്ട് ഇന്നത്തെ ഒരു കേസിൽ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ചുവടിനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഈ വൺ പ്ലസ് ബാസ് ബുള്ളറ്റ് നമുക്ക് Z2 ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ള MAH എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 200 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അത് നമുക്ക് 30 മണിക്കൂർ നമുക്ക് സ്മൂത്ത്ലി വർക്കിംഗ് ആണ്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡ്സെറ്റ് വാങ്ങിയത് ഇന്നലെ ഉച്ചയിരുന്നിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇത്രത്തോളം നേരം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 60% ചാർജ് ബാക്കിയായിട്ടുണ്ട് കേട്ടോ. ഈ 40% മാത്രമാണ്. ഞാൻ കണ്ടിന്യൂസ്ലി 2 മൂവീസ് ഇതിൽ നിന്ന് വാച്ച് ചെയ്തു. പിന്നെ കുറേ സോങ്സും ബീറ്റ് കാര്യങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം ഇപ്പോഴും 40% മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. അത് നല്ലൊരു സൂചന തോന്നുന്നു. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു
10-12 മണിക്കൂറോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് 40% കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 5.0ൻ്റെയാണ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലൂടൂത്തിൻ്റെ ലാഗ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ സ്മൂത്താണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എൻ്റെ അറിവിൽ ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരം നീങ്ങിയിട്ട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഞാൻ എത്തി നോക്കി. 100 മീറ്റർ ആകുമ്പോഴേക്കും ചെറുതായിട്ട് കട്ടാവുന്നുണ്ട്. ഓപ്പൺ സ്പേസ് ആണെങ്കിൽ കണക്റ്റഡ് ആയിരിക്കും. നമ്മളൊരു റൂമിൽ നിന്ന് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവുന്നു. ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള കൺഫറൻസിൽ നിന്ന് ഒരു സ്പേസിൽ നിന്ന് അടുത്തൊരു സ്പേസിലേക്ക് കുറേ എന്താ പറയുകയാണെങ്കിൽ ഒരു 100 മീറ്ററും കൂടുതൽ പോകുകയാണെങ്കിൽ കട്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഹെഡ്സെറ്റ് നമുക്കൊരു 2000-ന് താഴെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഈ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് സെറ്റ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് കണ്ണടച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഹെഡ്സെറ്റ് ഇറങ്ങിയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് 6 മാസമല്ല ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനും പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സുള്ള ഹെഡ്ഫോൺ നെക്ക് ബാൻഡ് കാറ്റഗറിയിൽ വേറെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും വാങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.